സ്ത്രീകൾക്ക് ഗർഭചിത്രത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് UAE. ബലാത്സംഗം, ബന്ധുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ പീഡനം എന്നിവ മൂലമുണ്ടാകുന്ന ഗർഭം അലസിപ്പിക്കാനാണ് അനുമതി. നിയമം UAEയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്നും ആരോഗ്യവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. മെഡിക്കൽ ബാധ്യതാ നിയമവുമായി ബന്ധപ്പെട്ട 2024 മന്ത്രിസഭാ പ്രമേയത്തിലാണ് നിബന്ധനകൾക്ക് അനുസൃതമായി ഗർഭചിത്രം അനുവദനീയമാണെന്ന് പ്രസ്താവിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിനു വിരുദ്ധമായോ അവളുടെ സമ്മതമില്ലാതെയോ ഉള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചാൽ ഗർഭചിത്രം അനുവദിക്കും. സ്ത്രീയുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഗർഭത്തിന് ഉത്തരവാദിയാണെങ്കിലും ഗർഭചിത്രത്തിന് അനുമതി ലഭിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതേസമയം ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ ഉടനടി അധികാരികളെ അറിയിക്കുകയും പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഔദ്യോഗിക റിപ്പോർട്ട് വഴി തെളിയിക്കുകയും വേണം. ഗർഭചിത്ര സമയത്ത് ഭ്രൂണത്തിന് 120 ദിവസത്തിൽ താഴെ മാത്രമേ പ്രായമുണ്ടായിരിക്കാൻ പാടുള്ളൂ. സ്ത്രീയുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാൻ പാടില്ല. UAEയിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലുമായി താമസിക്കുന്നവർക്ക് നിയമം ബാധകമാണ്. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് UAEക്ക് ആവശ്യം. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കുകളെ സമീപിക്കാറുണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ഇത് പലപ്പോഴും സ്ത്രീകളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാറുണ്ട്. ക്രൈംസ് ആൻഡ് പെനാൽറ്റി നിയമത്തിലെ ആർട്ടിക്കിൾ 406 പ്രകാരം UAEയിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ ജീവപര്യന്തവും വധശിക്ഷയുമാണ്. പ്രതി ഇരയോ ബന്ധുക്കളിൽ ഒരാളോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വ്യക്തിയോ ആണെങ്കിലും ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കുക. UAEയുടെ ഔദ്യോഗിക ഗസറ്റിൽ പ്രഖ്യാപിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും. UAEയിൽ നിയമവിധേയമായി ഗർഭചിത്രം നടത്തുന്നതിന് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞയാഴ്ച പങ്കുവച്ചിരുന്നു. ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെയോ എമിറേറ്റ് ഹെൽത്ത് അതോറിറ്റി മേധാവിയുടെയോ തീരുമാനപ്രകാരം അതതു മേഖലാ ആരോഗ്യ സമിതിയാണ് ഗർഭചിത്ര അഭ്യർത്ഥനകളിൽ തീരുമാനം കൈക്കൊള്ളുക. ആരോഗ്യ സമിതിയിൽ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ്, സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ്, പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതിനിധി എന്നിവർ ഉൾപ്പെടെ 3 ഡോക്ടർമാർ ഉണ്ടായിരിക്കും. വൻ മാറ്റങ്ങളാണ് UAEയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശമാണ് UAE ഇതിനിടയിൽ നൽകിയിരിക്കുന്നത്. വിസിറ്റ് വിസയിൽ UAEയിലേക്ക് പോകുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ബന്ധുക്കളെ കാണാൻ മാത്രമല്ല, ജോലി ആവശ്യങ്ങൾക്ക് പോലും വിസിറ്റ് വിസ ഉപയോഗിക്കുന്നവർ നിരവധിയാണ്. UAE സർക്കാർ നിർദ്ദേശിച്ച എല്ലാ രേഖകളും കൈവശമുണ്ടെന്ന് ഉറപ്പാക്കണമെന്നാണ് വിമാന കമ്പനികൾ നൽകിയ മാർഗരേഖയിൽ പറയുന്നത്. UAEയിൽ പ്രവേശിക്കുന്നത് മുതൽ 6 മാസം കാലാവധിയുടെ പാസ്പോർട്ട് നിർബന്ധമാണ്. മടക്ക ടിക്കറ്റും കൈവശം കരുതണം. മാത്രമല്ല, UAEയിൽ എത്തിയാലുള്ള താമസ വിവരങ്ങളും വേണം. സാമ്പത്തിക ഭദ്രത ഉറപ്പാണ് എന്ന് തെളിയിക്കുന്ന രേഖയും നിർബന്ധമാണ്. 3000 ദിർഹം കൈവശമുണ്ടാകണം. അതായത് ഏകദേശം 68,000 രൂപയുണ്ടെന്ന രേഖ. 1 മാസത്തെ വിസിറ്റ് വിസയ്ക്കാണ് ഈ തുക നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ UAEയിൽ തങ്ങുന്നവർക്ക് 5000 ദിർഹം കൈവശമുണ്ടെന്ന രേഖയാണ് വേണ്ടത്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ UAEയിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖയും കരുതണം. മതിയായ രേഖകൾ ഇല്ലെങ്കിൽ നാടുകടത്തൽ വരെ നേരിടാൻ സാധ്യതയുണ്ട്. യാത്രക്കാരനെ UAE വിമാനത്താവളത്തിൽ നിന്ന് മടക്കി അയക്കുമ്പോൾ തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണ്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനികളും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിമാന കമ്പനികളുടെ ജീവനക്കാർ വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ രേഖകൾ പരിശോധിക്കും. ഏതായാലും UAE നിയമങ്ങൾ ചെറുതല്ല. അത് പാലിച്ചില്ലെങ്കിൽ പണി കിട്ടും.